ചോദ്യം നമ്പർ 62 ശ്രീ കെ രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ആൻസർ ടേബിൾ ചെയ്താൽ ചോദ്യം ചോദിക്കുകയായിരുന്നു. ശരി, ഞാൻ ആൻസർ ഇവിടെ മേശപ്പുറത്ത് വെക്കണം സാർ. ശ്രീ കെ രാമേന്ദ്രൻ. സാർ, ഈ അധ്യയന വർഷം പൊതുപരീക്ഷ എഴുതുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഗ്രേഡ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക പഠന കേന്ദ്രങ്ങൾ വഴി, പഠനമുറികൾ വഴി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? ഈ വാർഷിക പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പുകൾ ഈ കേന്ദ്രങ്ങൾ വഴി എന്തെല്ലാമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാമോ? മിനിസ്റ്റർ. സാർ, നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ചോദ്യം എ, സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിനായി നിലവിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, സമൃദ്ധരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന ധനസഹായം, ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പ്, വിദ്യാവാഹിനി പദ്ധതി, MRSകൾ, പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, സ്മാർട്ട് പഠനമുറികൾ, ഗോത്രബന്ധു പദ്ധതി, രക്ഷിതാക്കൾക്കുള്ള പ്രോത്സാഹന ധനസഹായം, സാമൂഹിക പഠനമുറികൾ, ലാപ്ടോപ്പ് വിതരണം, അന്യസംസ്ഥാന പഠന ധനസഹായം, വിദേശ പഠനത്തിലുള്ള ധനസഹായം, സിവിൽ സർവീസ് പരിശീലനം, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സ്, PSC പരിശീലന പരിപാടി, എൻട്രൻസ് കോച്ചിങ്, ട്യൂട്ടോറിയൽ ഗ്രാൻറ്റ്, റെസിഡൻഷ്യൽ കോച്ചിങ് ക്യാമ്പ്, ഗിർവികാസ് പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ നമ്മുടെ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പാക്കി വരുന്നു സാർ. ബി, അനുബന്ധമായിട്ട് നമ്മൾ വിശദമായിട്ട് ഇവിടെ മേശപ്പുറത്ത് വെക്കണം സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഈ പഠനമുറികൾ കേന്ദ്രീകരിച്ച് പഠനോത്സവം, അവധിക്കാല പഠനോത്സവം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഈ വകുപ്പിൻ്റെ കീഴിൽ തന്നെ 364 സാമൂഹിക പഠനമുറികളുണ്ട്. ആ സാമൂഹിക പഠനമുറിയിൽ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒന്ന് നടത്തി വരുന്നത്. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലും +1ലും +2ലുമുള്ള കുട്ടികൾക്ക് നമുക്ക് ഹൈസ്കൂൾ +2 തലത്തിൽ തന്നെ പ്രത്യേക ഈ പരീക്ഷ കാലയളവിൽ പ്രത്യേക കോച്ചിങ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുണ്ട്. ഈ വർഷവും നമ്മൾ ആ രീതിയിൽ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ 100% വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് സാർ. ബാബു നെന്മാറ. സാർ, ഉന്നതികളുടെ ഉന്നതി മാത്രമല്ല, സാമൂഹ്യ പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വരും തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ പഠനത്തിന് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായ പഠന സൗകര്യമൊരുക്കിയ വകുപ്പ് മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, എൻ്റെ ചോദ്യം ഇതാണ്: പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പുതുതായി ആരംഭിച്ച സ്മാർട്ട് പഠനമുറി പദ്ധതി പ്രകാരം ലഭിക്കുന്ന സാമ്പത്തിക സഹായം എത്രയാണ്? ഇത് അനുവദിക്കുന്നതിനുള്ള ചെയ്യുന്നതിനും മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കാമോ? എത്ര പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു എന്നതും വ്യക്തമാക്കാമോ? സാർ, നമ്മൾ സാമൂഹിക പഠനമുറി ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി സാർ. ഒരു യൂണിറ്റിന് നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് സൂചിപ്പിക്കുന്ന ഒരു സ്മാർട്ട് പഠനമുറി കൂടി പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വന്തം വീടുകളിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത ചില വീടുകളുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു റൂം സജ്ജീകരിച്ച് അതിൽ ടേബിൾ, കസേര, ഇൻ്റർനെറ്റ് കണക്ഷൻ, ഫോൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് കുട്ടിക്ക് ഇരുന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് നമ്മൾ പഠനമുറി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5000-ലധികം പഠനമുറി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന അതിന് പുറമെയുള്ള നമ്മുടെ രക്ഷിതാക്കളുടെ മക്കളെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള സഹോദരിമാരുടെ കുട്ടികൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ട്. വരുമാന പരിധി നമ്മൾ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഒരു കുട്ടിയെ ഗുണഭോക്താവായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ശ്രീ PT റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സച്ചിൻ ദേവ്. സർ, വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് പോകുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നാളിതുവരെ എത്ര
പേർക്കാണ് ധനസഹായം നൽകിയിട്ടുള്ളത്? ഒരാൾക്ക് പരമാവധി എത്ര തുകയാണ് ഈ പദ്ധതി പ്രകാരം നൽകുന്നത്? സർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സാർ, ആ ടോട്ടൽ SC/ST വിഭാഗത്തിൽ രണ്ടും കൂടി ചേർന്നിട്ട് 1160 കുട്ടികൾക്കാണ് നമ്മൾ ഇപ്പോൾ വിദേശത്ത് വിട്ടിരിക്കുന്നത്. ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ മാത്രമായിട്ട് 81 കുട്ടികളാണ് സാർ വിദേശത്ത് പോയിട്ടുള്ളത്. യെസ്, ശ്രീ സ്റ്റീഫൻ. സർ, നമ്മുടെ MRSകളുടെ പ്രവർത്തനം, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനം പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയാണ്. എൻ്റെ മണ്ഡലത്തിലെ കുറ്റിച്ചൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം കിഫ്ബി മുഖേനയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഭരണാനുമതിയുടെ കാലാവധി കഴിഞ്ഞു എന്നുള്ള കാരണത്താൽ ആ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം നേരിട്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. സാർ, ഇക്കാര്യം ശ്രദ്ധപ്പെട്ടിരുന്നു. കുറ്റിക്കൽ അവിടെ ഒരു MRS ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സ്ഥിരമായിട്ടുള്ള ഒരു കെട്ടിടം വേണമെന്നുള്ളത് ഒരാവശ്യമാണ്. അതേപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികൾ ആ ഹോസ്റ്റൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പാടില്ല, അവിടെ തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കിഫ്ബിയിൽ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മുടങ്ങി നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ വകുപ്പ് ഇടപെട്ട് പരിശോധിക്കും സാർ. യെസ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. ഓരോ ജില്ലയിലും വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളാണ് ഉണ്ടാവുക. അവരൊക്കെ വ്യത്യസ്ത ഭാഷകളും ഉപഭാഷകളുമാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാ ഭാഷകളിലും ഉപഭാഷകളിലും അവർക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നത് സംശയമുണ്ട്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പരിശീലനം ലഭിച്ച അധ്യാപകരും മെൻ്റർ ടീച്ചർമാർക്കും ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ പരിശീലനം ലഭിക്കാത്തതിൻ്റെ പ്രയാസം ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. സാർ, ഈ കാര്യം സർക്കാരിൻ്റെ 2016 തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ് ഗോത്രബന്ധു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് സാർ. ആ ഗോത്രബന്ധു പദ്ധതി പ്രകാരം നമ്മുടെ വയനാട് ജില്ല, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല എന്നീ 3 ജില്ലകളിലാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. അതായത് അവരുടെ തനത് ഭാഷയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കാര്യങ്ങൾ മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് അത്തരം ഭാഷകൾ അറിയാവുന്ന ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ 326 മെൻ്റർ ടീച്ചർമാരെ നമ്മൾ ഈ വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും അവരെ വെച്ചുകൊണ്ട് ഇത്തരം മനസ്സിലാവാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പുരോഗതിയാണ് ഇപ്പം ഈ ഭാഷ സംബന്ധിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ശ്രീ സജീവ് ജോസഫ്. സർ, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഏറ്റവും അനിവാര്യമായ കാര്യമാണ് കമ്പ്യൂട്ടറിൻ്റെ ഉപകരണങ്ങളുടെ ലഭ്യത. സർ, ഏറെ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അതിനാവശ്യമായ സൗകര്യങ്ങളില്ല, ഉപകരണങ്ങളില്ല എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവമാണ്. MLA ഫണ്ടിൽ നിന്നുമൊക്കെ കുറേ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പദ്ധതി ഇതിനാവശ്യമാണെന്ന് തോന്നുകയാണ്. അതുപോലെ ഈ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ST വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അതിന് ആവശ്യമായ, അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രത്യേക സ്കീം അതിനുവേണ്ടി നടപ്പിലാക്കാൻ സാധിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ ഈ 2 വകുപ്പിലും കൂടിയായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നിലവിലിപ്പോൾ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഗവൺമെൻറ് നടപ്പാക്കി വരുന്നു സാർ. അത്തരം അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാ കുട്ടികൾക്കും ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ ലാപ്ടോപ്പ് വളരെ നിർബന്ധിതമാണ് സാർ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പദ്ധതി ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വകുപ്പും ഗവൺമെൻറ്റും നടപ്പാക്കി വരുന്നുണ്ട്. യെസ്, ശ്രീ പ്രേംകുമാർ. പട്ടികജാതി മേഖലയിൽ വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം അവരുടെ കായിക അഭിരുചിയെ, തൊഴിൽ രീതിയൊക്കെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് ITIകൾ. ഒറ്റപ്പാലത്ത്, പാലപ്പുറത്തുൾപ്പെടെ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ ഭൗതിക സാഹചര്യമാണ് പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ITIകളുടെ എല്ലാം പ്രവർത്തനത്തിനായിട്ട് നീക്കിവെച്ചത്. എന്നാൽ അവിടെ ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ ആരംഭിക്കാനും ആ നിലയിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, SC വകുപ്പിൽ 42 ITകളും ST വകുപ്പിൽ 2 IT വകുപ്പുകളുമാണ് സാർ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണ്. നമ്മൾ അത്തരം ITകളിൽ പഴയ കോഴ്സുകൾ ആണ് ഇപ്പോൾ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിന് ഇന്ന് വലിയ പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം കേന്ദ്രങ്ങളിൽ, അത്തരം IT-കളിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പം ഗവൺമെൻറ്റും വകുപ്പ് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിനുണ്ട് സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ 46 IT-കളിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി, ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ നജീബ് കാന്തപുരം. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് നമ്മൾ പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ പട്ടികവർഗ കോളനികളുടെ ഈ സ്ഥിതി വളരെ ദയനീയമാണ്. ചോദ്യത്തിലേക്ക് വാ. ഇതിലേറ്റവും പ്രധാനമായ കാര്യം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇടിഞ്ഞാടി കോളനി അടക്കം നിരവധി സദ്ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കൂടുതലാണ്. ഇവരെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, സായി കേന്ദ്രം എന്ന് പറഞ്ഞ്. 100-ലേറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇത്തരം വലിയ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റ് നൽകി ഈ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നവരെ സഹായിക്കാൻ സർക്കാരിന് പദ്ധതി. മിനിസ്റ്റർ സാർ, ഈ അതിദരിദ്രരെ സംബന്ധിച്ച് സാർ, അതിദരിദ്രം 2 കാര്യങ്ങൾ മനസ്സിലാക്കണം സാർ. ദരിദ്രരും അതിദരിദ്രരും രണ്ടാണ് സാർ. ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാത്തവരാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. തീരെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണ് സാർ അതിദരിദ്രർ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് സർക്കാർ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രഖ്യാപനമാണ് നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രിയോട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ പട്ടികവർഗ വകുപ്പിലുള്ള ഗുണഭോക്താക്കളെയും നമ്മൾ കണ്ടുപിടിച്ച് അതിദരിദ്രം മുക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ടാമത് സൂചിപ്പിച്ച കാര്യം, കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് സംബന്ധിച്ച് ഒരു പുതിയ പദ്ധതി നമ്മൾ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ബാക്കപ്പ് ടു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു പദ്ധതി, ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ് സാർ. സാർ, നമ്മുടെ ഈ പട്ടിക ആദിവാസി ഉന്നതികളിൽ കൃത്യമായി വിദ്യാഭ്യാസം കിട്ടാത്ത ഭിന്നശേഷി കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ പൊങ്ങഞ്ചോട് ആദിവാസി കോളനി പോയപ്പോൾ അവിടെ കഴിഞ്ഞ ഓണത്തിന് 8 വയസ്സുള്ളൊരു കുട്ടി അന്ധനായ കുട്ടിയാണ്. ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ തന്നെ നിർബന്ധിച്ച് അവനെ സ്കൂളിൽ കൊണ്ട് ആലുവയിൽ ചേർത്തു. അപ്പോൾ അത്തരം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ആദിവാസി മേഖലകളുണ്ട്. അത് കൃത്യമായി പഠനം നടത്തി ഇത്തരം കുട്ടികളെ വിദ്യാലയത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത്തരം കുട്ടികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മിനിസ്റ്റർ സാർ, ഇത്തരം കുട്ടികൾ നമ്മുടെ എല്ലാ മേഖലയിലുണ്ട് സാർ. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ LSCD തന്നെ എല്ലാ പഞ്ചായത്തിലും ബഡ്സ് സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചതും അത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അത്തരം കുട്ടികൾ തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് അനുയോജ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാം സാർ.